ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, താങ്കളോടാണ് എൻ്റെ ചോദ്യം. ഈ പൗരത്വം എന്നത് കേന്ദ്രത്തിന്റെ പരിധിയിലുള്ളതാണല്ലോ, അതിൽ ഈ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? നോക്കാനും ഇപ്പം കേന്ദ്ര ഇപ്പൊ എല്ലാരും പറയുന്നത് വെച്ചാൽ കേന്ദ്രം നടപ്പിലാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു സംഗതി, ഒരു ആക്ട്, അത് സംസ്ഥാനങ്ങൾക്ക് ബാധകമാണ്. ഞാനത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ഫെഡറൽ സിസ്റ്റത്തില്, ഒരു യൂണിയൻ ഫെഡറൽ സിസ്റ്റത്തില് ഇപ്പൊ ഈ നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കുന്ന എല്ലാ കാര്യങ്ങളും ഫെഡറൽ സിസ്റ്റത്തിൽ അംഗീകരിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഒപ്പോസ് ചെയ്യാം. നമ്മൾ വളരെ ഇപ്പൊ ഞാനിത് പറയുന്ന സാറ് ചിരിച്ച് ഷാപ്രസാദ് സാറ് പറയുന്നത് ഇപ്പം പിണറായി പറഞ്ഞു ഇവിടെ നടപ്പിലാക്കൂല എന്ന് പറഞ്ഞ സാർ നടപ്പിലാക്കും. സുപ്രീം കോടതിയുടെ വിധികൾ എത്ര എണ്ണം ഉണ്ട്? സുപ്രീം കോടതി ഇപ്പൊ തന്നെ ശബരിമല കേസ് സാറിന് അറിയാലോ. ശബരിമലയില് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വിധി വന്നിട്ടുണ്ട്. അതില് പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? വേണ്ട. ട്രിവാൻഡ്രത്ത് വിളപ്പിശാല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് വിളപ്പിശാലയില് ഈ സാധനം ഡംപ് ചെയ്യാൻ വേണ്ടി, വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രക്ഷോഭം കാരണം നടപ്പിലാക്കാൻ പറ്റില്ല സാർ. ഈ നമ്മൾ നടപ്പിലാക്കൂല എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്? പ്രക്ഷോഭങ്ങളുടെ കാര്യം. കേരളത്തിൽ പ്രക്ഷോഭങ്ങൾ അങ്ങ് അലയിരിക്കുന്നത് ഏത് വമ്പനായിരുന്നാലും ശരി, നമ്മളെ പ്രക്ഷോഭങ്ങൾ വലിയതായിട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമാക്കി നമ്മൾ ഏത് സംസ്ഥാനത്താണ് നടപ്പിലാക്കാൻ പറ്റാത്തത്? അത് നടപ്പിലാക്കാൻ പറ്റൂല എന്ന് വെച്ചാൽ പറ്റൂല എന്ന് തന്നെ. അത് ഒരു സംസ്ഥാനത്തിന്റെ ഒരു രീതി. അത് നിയമവശാൽ അതെന്നല്ല ഞാൻ പറയുന്നത്. പ്രക്ഷോഭങ്ങളുടെ കാര്യം ഇവിടെ നടപ്പിലാക്കാൻ അങ്ങനെ ഒരു സംവിധാനം പറ്റൂല എന്ന് വെച്ചാൽ നടപ്പിലാക്കാൻ പറ്റൂല. ന്യൂനപക്ഷങ്ങളായ അഭയാർത്ഥികൾ ഒരു രാജ്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അഭയം അരുളണ്ട എന്നതാണോ? അഭയമല്ല, ഞാൻ അതല്ലേ പറഞ്ഞത്. നമ്മൾ എന്തിനാണ് ഒരു മതവിഭാഗത്ത് മാത്രം വെച്ചാൽ? അവരാര് ഈ വെളിയിൽ നിന്ന് പറഞ്ഞ ഒരു മതവിഭാഗം മാത്രം അവര് തീവ്രവാദികളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരത്തെ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളെ കേന്ദ്രമന്ത്രി, BJPയുടെ കേന്ദ്രമന്ത്രി ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞ അങ്ങനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായി പരാതി പോയിട്ടുണ്ട്. അവർ അതിൽ മാപ്പും പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറഞ്ഞാൽ പറ്റൂ? മാപ്പ് പറഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ മാറ്റം പറ്റൂ? പറയൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലുള്ള വിഷയമല്ല. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു മുഖ്യമന്ത്രി പറഞ്ഞപ്പോ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്ന് പറഞ്ഞതും നേരത്തെ ഒരു കേന്ദ്രമന്ത്രിയാണ് അവര്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ഇന്ത്യയിലെ രാജ്യം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയല്ല, ഒരു കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞത്. യുവജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന യുവജനങ്ങൾ ബോംബ് വയ്ക്കാനും, കേരളത്തിൽ യുവജനങ്ങൾ പറഞ്ഞത് പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനും ഇതിനെതിരെ പരാതി ഒന്നും പോയതായി അറിവില്ലല്ലോ സതീഷ്. അല്ല, പരാതിയൊക്കെ പോയിട്ടുണ്ട്. പരാതിയൊക്കെ ആരാണ് പറയുന്നത്? പോയിട്ടുണ്ട്, പറഞ്ഞില്ലേ? ഇപ്പൊ ഞാനിത് പറയുന്ന ഇതിപ്പോ എന്ന് പറയുന്നത് ഈ പൗരത്വ നിയമം ഇപ്പൊ ഷാപ്രസാദ് സാർ പറയുന്നത് കേട്ടല്ലോ, ഇതിന് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തില്ല. ഈ ഇലക്ഷൻ ഡിക്ലെയറിന്റെ ഒരു 2-3 ദിവസത്തിന് മുമ്പേല് ഈ ബില്ല് ഡിക്ലെയർ ചെയ്തത് എന്താണ് നേരത്തെ ചെയ്യാത്തത്? ശരി, വേണ്ട. ഞാനത് പറയുന്നത് നമുക്ക് സംസാരിച്ച് ഈ മുസ്ലിങ്ങളെയും കൂടി, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിനെയും കൂടി ഇന്ന കാര്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെയും കൂടി അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നമുക്ക് ഇത് കൊണ്ടുവരാനോ, അങ്ങനെ കൊണ്ടുവരണുണ്ടോ? അത് മനസ്സിലാക്കുന്നതന്നെ ആ വിശ്വാസത്തിൽ ഇവരെടുക്കില്ലാന്ന്. അപ്പം അവർക്ക് ഭയപ്പാടുണ്ട്. ഭയപ്പാട് മാത്രമല്ല, ഇപ്പൊ മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ ശ്രീരാമക്ഷേത്രം വന്നു നിൽക്കുന്നത്. അപ്പൊ അവർക്ക് അതെല്ലാം ഭയപ്പാടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? നാളെ താജ്മഹലിന്റെ പേര് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമാണോ? കാരണം അയോധ്യയിലെ മുസ്ലിങ്ങളുടെ പ്രതികരണം നമ്മൾ പല മാധ്യമങ്ങളിൽ, എല്ലാ മാധ്യമങ്ങളിലായി കണ്ടതാണ്. അല്ല, ഏത് മാധ്യമങ്ങളിലും നിങ്ങൾ പോണെന്ന് വെച്ചാൽ അവർക്ക് അനുകൂലം, അവരൊക്കെ അവിടെ ജീവിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചല്ലോ, അയോധ്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കണ്ടേ? ആ ജീവിക്കുന്നുണ്ട്, അവർ അതങ്ങനെ പറയുള്ളൂ. കേരളത്തിലുള്ള മുസ്ലിങ്ങൾ അങ്ങനെയല്ല, അവർക്ക് ഭയപ്പാടില്ല, അവർക്ക് സംരക്ഷിക്കുന്നത്. ഞാനിപ്പോ VD സതീശൻ എന്നാണ് പറഞ്ഞു. VD സതീശൻ അല്ല, ഞാൻ പറയുന്നത് ഭയപ്പാടില്ലാന്ന് എങ്ങനെയാണ്? അവരൊക്കെ അവിടെ ജീവിക്കണമെന്നേ, അവരൊക്കെ അവിടെ ജീവിക്കണം. ഇവര് വെച്ചേക്കൂ. ഞാൻ പറയുന്നത് ബീഫ് കയ്യിൽ വെച്ച് അടിച്ചു കൊന്നത്, ബീഫ് കഴിച്ചതിന് അടിച്ചു കൊന്നത്, ഒരു കുടുംബത്തിനെ ഉന്മൂലനം ചെയ്തത് എത്രയോ സംഭവമുണ്ട്.
അപ്പൊ ഈ ഭക്ഷണം, ഏത് വസ്ത്രം എങ്ങനെ ധരിക്കണമെന്ന് ശരി ശരി, ബി ജെ പി അതിലൊന്ന് ശ്രീ ഷാബു പ്രസാദ്, ഈ ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ബീഫ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലുന്നവരുടെ രോദനം കൂടി കേൾക്കേണ്ടതല്ലേ എന്ന്. അതിലൊരു മറുപടി, കാരണം നമ്മൾ വിഷയത്തിൽ നിന്ന് പലതവണയായി വ്യതിചലിക്കുന്നുണ്ട്. പറയാം അനു, ഇത് 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. ആയിരക്കണക്കിന് വൈവിധ്യങ്ങളും കാര്യങ്ങളും ഉള്ള ഈ രാജ്യത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് ക്രമസമാധാന പ്രശ്നങ്ങൾ അതാത് ഓരോ സംസ്ഥാനങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ള ഓരോ ക്രമസമാധാന പ്രശ്നത്തിനും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടുത്തെ, നമുക്ക് ഒരു സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ നമുക്ക്? ഇനി ശരി, അദ്ദേഹം അത് പറയുന്നു വാദത്തിന് വേണ്ടിയിട്ട്, നമുക്കത് അംഗീകരിക്കാമെന്ന് വെച്ചാൽ തന്നെ. എന്നാൽ വേറൊരു കാര്യം പറയട്ടെ, ഭക്ഷണം ഇല്ലാതെ വിശന്ന് വലഞ്ഞപ്പോ ഇത്തിരി ഭക്ഷണം എടുത്തതിന് ഒരു ആദിവാസി ദളിതൻ തല്ലിക്കൊന്നില്ലേ ഇവിടെ ഈ നാട്ടില്? എവിടെയാ തല്ലിക്കൊന്നത്? യു പിയിലും മധുരയിലും ഒന്നുമല്ലല്ലോ. 2 ദളിത പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയത് ഏത് നാട്ടിലാണ്? നരബലി നടത്തി ആ സ്ത്രീകളുടെ അവയവങ്ങൾ വേവിച്ച് ഭക്ഷിച്ചത് ഏത് നാട്ടിലാണ്? യു പിയിലാണോ? അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലാണോ? അതൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ചെയ്തത്. ഇങ്ങനെ ഈ നാട്ടിൽ നമ്മുടെ ഈ നാട്ടിൽ നടന്നിട്ടുള്ളത് രക്തം മരവിച്ചു പോകുന്ന ക്രൂരമായ സംഭവങ്ങൾ ഈ കേരളത്തിൽ എത്ര നടന്നിരിക്കുന്നു? അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന സ്വന്തം സഖാവിനെ റോഡിലിട്ട് കൊത്തി എരിഞ്ഞത് ഈ നാട്ടിലാണ്. കൊച്ചു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരധ്യാപകനെ കൊത്തി നുറുക്കി കൊന്നത് ഈ നാട്ടിലാണ്, ഈ കേരളത്തിലാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും? എത്ര സംഭവങ്ങൾ! ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഈ പറഞ്ഞ സംഭവ വികാസങ്ങളുടെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്വം ഇവിടെ ഭരണകൂടം ഏറ്റെടുക്കേണ്ടി വരും. ഭരണകൂടമല്ല, അങ്ങനെയല്ല. ബാബുപ്രസാദ് സാർ പറയുന്നേട്ടാ, അതിനെല്ലാം ഇവിടെ കേരള സർക്കാരും അല്ലെങ്കിൽ നേരത്തെ ഇരുന്ന UDF ആയിരുന്നാലും അതിനൊരു നിയമം കൊണ്ടുവന്നല്ല വിചാരിക്കുന്നത്. ആദിവാസികളെ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. എത്ര ഇല്ലാന്ന് നിങ്ങൾ പറയുന്നത്? ആൻഡമനിൽ എങ്ങനെയാണ് കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാമോ? ആ കുട്ടികൾ എന്ത് കഴിക്കണമെന്ന് പറഞ്ഞോണ്ട് അവിടെ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാവൂന്ന് പറഞ്ഞോണ്ട് കൊണ്ടുവന്നില്ലേ? ലക്ഷദ്വീപില് അല്ലല്ലേ? ആൻഡമനിലെ ലക്ഷദ്വീപില് സോറി ലക്ഷദ്വീപില് കൊണ്ടുവന്നില്ലേ? അപ്പൊ അത് സർക്കാരല്ലേ കൊണ്ടുവന്നത്? ഒരു സർക്കാരല്ലേ അത് ലക്ഷദ്വീപിൽ കൊണ്ടുവന്നത്? നിങ്ങൾ ഇല്ലാന്ന് പറയുന്നത് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അനു. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് BJP പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയപ്പാടുള്ളത്. അതുകൊണ്ടാണ് ഈ BJP പറയുമ്പോൾ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് BJP പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ബാബുപ്രസാദ് സാർ പറഞ്ഞാല് ഭയപ്പാടുള്ളത്. ഭയപ്പാടുണ്ട്, ഭയപ്പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ. അത് മുഖ്യമന്ത്രി അതുപോലെ തന്നെ മലപ്പുറത്ത് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്ത് ഒരു വിദ്വേഷ പ്രസംഗം നടത്തി കമ്മ്യൂണൽ വയലേഷൻ കൊണ്ടുവന്നത് 2 മതങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധ വളർത്താൻ വേണ്ടിയാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. ഇവിടെ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ അരാജകത്വം അല്ലെങ്കിൽ സ്പർദ്ധ വളർത്താൻ വേണ്ടി കൊണ്ടുവന്നു ഇല്ല. അതും ഒരു നിയമം വന്നപ്പോഴേക്കാൾ ആ നിയമത്തിൽ ഇന്നെല്ലാം നെഗറ്റീവ് ഉണ്ട്, ഇന്ന കുറവുകളുണ്ട്, അത് പരിഹരിക്കണം, അത് മുസ്ലിങ്ങൾക്കെതിരാണ്. അതാണ് അവിടെ മലപ്പുറത്ത് പറഞ്ഞത്. പിന്നെ ഇവർക്കൊരു പേടി എന്ന് പറയുന്നത് കോൺഗ്രസിനുണ്ട്. വീണ്ടും ഈ 20 സീറ്റിലും ചിലപ്പോൾ LDF ജയിച്ചു പോയാൽ ഈ 20 സീറ്റ് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് അറിയാലോ, നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് മുമ്പുള്ളതെന്ന് പറയുന്നത് 19 സീറ്റ് നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോഴും ശ്രീ സതീഷ്, ഈ രാജ്യത്തെ ഇപ്പോൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വസിക്കുന്ന എല്ലാ പൗരന്മാർക്കും ഈ നിയമം എങ്ങനെ ഭീഷണിയാവുന്നു എന്നാണ് മനസ്സിലാകാത്തത്. എങ്ങനെയാണ് വിവരിക്കുന്നത്? അല്ല ഇതിന്റെ കരട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാബു സാർ പറയും, ഈ കരട്, ഈ നിയമത്തിന്റെ കരട് പബ്ലിക് ഡൊമൈനിൽ എവിടെയാണ് പ്രസിദ്ധീകരിച്ചിട്ടൊന്ന് പറയും. അത് ഇല്ലല്ലോ. വെബ്സൈറ്റിൽ സാധനം വളരെ വിശദമായിട്ടുണ്ട്. പാർലമെന്റ് ചർച്ച ചെയ്ത് പാസ്സാക്കിയ സാധനമാണത്.
ഈ കരടൊക്കെ എന്തിനാണ് ഇതിന്റെ ആ കരട്? പാസാക്കിയ ഒറിജിനൽ സാധനം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ കരട് അതാണ് ഞാൻ പറഞ്ഞത്. ഒട്ടും പൊടിയും കരടൊന്നും അല്ല, നല്ല ഒന്നാം തരം ഒറിജിനൽ സാധനം. വിജ്ഞാപനം ഇറക്കിയതിൽ വ്യക്തമായിട്ട് അത് വായിക്കാനാകും. അത് ഞാനിത് പറയുന്നത് ഇത് ചർച്ച ചെയ്ത് അല്ല ഞാൻ പറഞ്ഞു ഇത് സാറേ കരട് നിങ്ങൾ എവിടെയാണ് കരട് ഇത് ചെയ്ത് നിങ്ങൾ വിജ്ഞാപനമല്ലാതെ കരട് എവിടെയെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? സാർ പറയും. നിങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് അത് നിയമം പാസ്സാക്കിയെന്നല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഉണ്ടല്ലോ, അത് കേരളത്തിലാണല്ലോ, നിയമസഭയിലാണല്ലോ. നടപടിക്രമങ്ങളിൽ കൂടെ എല്ലാം പാലിച്ചിട്ടുണ്ടോ? അങ്ങനെ അന്ന് തൊട്ട് പറ്റൂ. അല്ല അന്നോട്ട് ഇടതുപക്ഷം ഈ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾക്കത് വായിക്കാമല്ലോ. അല്ല സാറേ, ഇതെല്ലാം നിങ്ങൾ പറയുന്നതെല്ലാം ഈ BJP എല്ലാം നമ്മൾ അംഗീകരിക്കും. അല്ല നിങ്ങൾ പാർലമെന്റ് വരുന്നതിന് മുമ്പാണ്. അല്ല ഈ നിങ്ങൾ കരടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾ നിയമമാണ് പ്രാബല്യത്തിലാക്കിയത്. നിങ്ങൾ കരടൊന്നും പ്രഖ്യാപിച്ചൊന്നുമില്ല, ഒന്നുമില്ല. പാർലമെന്റ് 2 സഭകളിലും പാസ്സാവാതെ എങ്ങനെയാണ് ഒരു നിയമമാവുക? നിങ്ങൾ BJPക്ക് ഭൂരിപക്ഷമുള്ള BJPയിൽ എവിടെ കൊണ്ടുവന്ന് ഞാൻ ഇത് പറയുന്നത് എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾ എങ്ങനെ നിയമിച്ചത്? നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെയാണ് നിയമിച്ചത്? വ്യതിചലിക്കുകയാണ്. നമുക്ക് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അഡ്വക്കേറ്റ് സതീഷ് വസന്ത പറഞ്ഞതിന് മറുപടി ശ്രീ ഷബു പ്രസാദ്. അല്ല, അദ്ദേഹത്തിന്റെ ഏത് കാര്യത്തിനാണ് മറുപടി വേണ്ടത്? അദ്ദേഹം അവസാനമായിട്ട് എടുത്ത് ചോദിച്ചൊരു കാര്യം താങ്കൾ അപ്പോൾ തന്നെ ഹനിക്കുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം കണ്ടിട്ടില്ല, ഇതിൽ ഒരിടത്തും പ്രസിദ്ധീകരിച്ചിട്ടില്ല, ആരെയും വിശ്വാസത്തിലെടുത്തില്ല എന്നാണ്. അല്ലെന്ന ഒരു കാര്യമുണ്ട്. ഈ നാട്ടിലെ ഇപ്പം ഈ കടുത്ത മോദി വിരുദ്ധരും BJP വിരുദ്ധരുമായ ഈ പ്രതിപക്ഷ ഈ വസന്തനെ പോലെയുള്ള CPM-കാരെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറയുന്നതിനെക്കാട്ടിൽ എളുപ്പം, അവരെ കൺവിൻസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എളുപ്പം നമുക്ക് റോഡ് സൈഡിലെ മയിൽക്കുറ്റിയെ കൺവിൻസ് ചെയ്യാം. അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഈ രാജ്യത്തെ ഇവിടെ ഈ കേരള നിയമസഭയിൽ ഓരോ നിയമം ഇവർ പാസ്സാക്കുന്നു. അവിടെ പ്രതിപക്ഷത്തിനെയും ഈ നാട്ടുകാരെയും മുഴുവനും അങ്ങ് ബോധ്യപ്പെടുത്തി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണോ ചെയ്യുന്നത്? ജനങ്ങൾ അവരെ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ പാസ്സാക്കാനും അത് നടപ്പാക്കാനുമാണ്. അങ്ങനെ ഒരു ഭൂരിപക്ഷമുള്ള സർക്കാർ അവിടെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവർ നിയമങ്ങൾ പാസ്സാക്കും. അത് നിങ്ങൾക്ക് ബോധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജനങ്ങളെ കൺവിൻസ് ചെയ്യുക. എന്നിട്ട് CPM കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന് പിണറായി വിജയൻ പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് നിങ്ങളത് ചെയ്തോളൂ. അല്ല സാറേ, അത് ആ കൺവിൻസിംഗ് ആണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേര് കൺവിൻസിംഗ് എന്നല്ല, ഇതിന്റെ പേര് കുത്തിത്തിരിപ്പ് എന്നാണ്. ഒരു ജനതയെ ഭയപ്പെടുത്തൽ എന്നാണ്. അതായിക്കോട്ടെ, നടക്കട്ടെ. കാര്യം ഇപ്പം അവർക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് അതാണ്. കാര്യം ഇവിടെ BJP ഇപ്പോൾ മത്സരിക്കുന്നത് 400 സീറ്റുകൾക്ക് വേണ്ടിയാണ്. CPM മത്സരിക്കുന്നത് ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒന്നും അവരുടെ ചിഹ്നത്തിൽ കടന്നുകൂടാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഈ വ്യത്യാസമുണ്ട്. ആ ഒരു പേടി അവർക്കുണ്ട്. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈനാമ്പേച്ചിയോ മരപ്പെട്ടിയോ ഒക്കെ ചിഹ്നമായിട്ട് വരുന്നത് കാണേണ്ടി വരും എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, ഇവരുടെ പാർട്ടി നേതാവായിട്ടുള്ള AK ബാലൻ തന്നെയാണ്. ഇവരുടെ ഏറ്റവും വലിയ ഭയം ഇത് തന്നെയാണ്. അല്ലാതെ അവിടെ കേന്ദ്രത്തിൽ എന്ത് സംഭവിച്ചാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. കേന്ദ്രത്തിൽ മോദി വരുന്നത് കൊണ്ട് ഇവർക്ക് പ്രശ്നമില്ല. ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് ഇവർക്ക് മുസ്ലിം പ്രേമം, ഇനി അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മനു. കാര്യം ഇവർക്ക് മുസ്ലിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടാണ് ചെയ്യുന്നത്. ഇവർ അവരെ നല്ല ശുദ്ധമായിട്ട് ഉപയോഗിക്കുകയാണ്. ആ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഭയപ്പെടുത്തി നിർത്തിക്കൊണ്ട് അവരെന്നും ഈ രീതിയിൽ അങ്ങനെ തന്നെ കഴിയണം എന്നുള്ള അവർക്ക് ആ സമൂഹത്തിന് വിദ്യാഭ്യാസം ലഭിക്കണം, അവർക്ക് ലോകവിവരം ഉണ്ടാവണം, അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്ന ആഗ്രഹം ഇവർക്ക് ഒരിക്കലുമില്ല. അങ്ങനെ സംഭവിച്ചാൽ അവർ ഇവരെ ചവിട്ടി പുറത്താക്കും. അങ്ങനെ ഏതൊക്കെ ഇവർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തും ജനങ്ങൾക്ക് ബോധം വെച്ചപ്പോൾ, അവസരം വന്നപ്പോൾ ഇവരെ തൂക്കിയെടുത്ത് ചവിട്ടിക്കൂട്ടി പുറത്ത് കളഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത, അങ്ങനെയാണോ ഈ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിൽ എടുക്കേണ്ടത്? ഇപ്രകാരം ഒരു കേന്ദ്ര നിയമത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് മാത്രമാണോ? അങ്ങനെയാണോ അധികാരത്തിലേക്ക് ഉള്ള സീറ്റുകൾ വീണ്ടും ഉറപ്പിക്കേണ്ടത്?
അല്ല ഞാനൊരു കാര്യം മറ്റേ കേന്ദ്ര സർക്കാരിനെതിരെയായിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് എതിരായിട്ട് നിന്നിട്ടല്ല ന്യൂനപക്ഷങ്ങൾ വേണ്ടി LDF-ന് എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തണലായിട്ടും അവർക്ക് എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കുന്നത് LDF ആണ്. അത് കൂടുതൽ നേരത്തെയും അവർക്ക് അറിയാം. പക്ഷെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ കാലഘട്ടങ്ങളിലാണ്. പുതിയ പുതിയ നിയമങ്ങൾ വരുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അതിലോട്ട് നിൽക്കുക. അതിൽ സ്വാഭാവികമല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലപ്പുറത്താണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ഇവിടെ തെക്കേ ഇന്ത്യയിൽ തെക്കേ കേരളത്തില് ട്രിവാൻഡ്രം പോലത്തെ സ്ഥലത്ത് സംസാരിക്കില്ല എന്നാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞത്. നോക്കൂ അനു, ഇപ്പൊ ഞാനാണ് പറഞ്ഞത് വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് കഴക്കൂട്ടത്തുള്ള ഗ്രീൻ സ്റ്റേഡിയത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിലൊരു തുടർ നടപടി ഉണ്ടാവില്ലേ ശ്രീ? എന്താണ് പരിപാടി? ഒരു നടപടിയും വരില്ല. ഒരു നടപടിയും ഇല്ല. എന്താണ് നടപടി? കോഡ് ഓഫ് കണ്ടക്ട് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ അതാണ് പറയുന്നത്. നമുക്ക് പറയണ്ടേ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്, അത് ന്യൂനപക്ഷങ്ങൾക്ക് ഹാനികരമാണ് രാജ്യത്ത്. അത് നിലവിലുള്ള ഈ ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടങ്ങൾ ഉള്ളപ്പോഴല്ലേ കേന്ദ്രമന്ത്രി പറഞ്ഞപ്പോഴത്തേക്ക് ഇതൊന്നും പ്രശ്നമില്ല. അപ്പൊ അവര് മാപ്പ് തന്നെയാണ്. അല്ല, നമ്മൾ സംസാരിക്കണ്ടേ? നമ്മൾ ഈ ഇലക്ഷനിൽ എല്ലായിടത്തും സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെ. ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്നു കേന്ദ്ര സർക്കാർ. അതിനെതിരായിട്ട് ഇതല്ലേ നമ്മളെ പാർലമെന്റ് ഇലക്ഷനല്ലേ, അല്ലാതെ സംസ്ഥാന ഇലക്ഷനൊന്നും അല്ലല്ലോ. ആ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ചൂണ്ടിക്കാട്ടും. ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുത്തത് തെറ്റല്ലേ? നേരത്തെ ഇരുന്നത് ആണോ ഇപ്പൊ വന്നിരിക്കുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനെയും ഹൈക്കോടതി ജസ്റ്റിസിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് കൊളീജിയം അല്ലാതെ മാറ്റാൻ വേണ്ടി ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവർ ഇനി അടുത്ത പ്രാവശ്യം കൂടി വരുമ്പോഴത്തേക്ക് അത് മാറ്റൂല എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രൽ ബോർഡിനെ പറ്റി സംസാരിക്കൂലേ? അനുമതി നടത്തിയ കാര്യങ്ങൾ സംസാരിക്കും. ഇതൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കുന്നത്. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ആ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയെ തെരഞ്ഞെടുക്കണം, ഇന്ത്യ ആര് ഭരിക്കണം, ഇവിടെ ഒരു സെക്യുലറിസം വേണോ എന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അത് തെറ്റെന്താ? തെറ്റ് വല്ലതും ഉണ്ടോ? പറയാനു. അപ്പൊ ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നത് ഒരിക്കലും LDF അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ല. അതെല്ലാം സൃഷ്ടിക്കുന്നത് BJP ആണ്. BJPയും ഈ ഹിന്ദുത്വ അജണ്ടയും വെച്ചുകൊണ്ടാണ് അവര് നടക്കുന്നത്. ഹിന്ദുത്വ അജണ്ട അങ്ങനെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതാൻ പോകുന്നത്? നേരെ തിരിച്ചായിരിക്കുമോ? കാരണം കഴിഞ്ഞ 10 വർഷവും അവർ പറയാൻ ശ്രമിച്ചിരുന്നു, ഇത്തവണയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ വിധി എഴുത്താണല്ലോ അന്തിമം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാനു, കേരളത്തിൽ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അത് നമ്മൾ അംഗീകരിക്കാതിരുത്ത കാര്യമില്ല. കേരളത്തിൽ LDF-ന് ഇത്തവണ നല്ല മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമാണത്. ഞാൻ അതിൻ്റെ അത് വിശദീകരിക്കാം. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ വിശദീകരിക്കാം. ഒന്ന്, നമുക്കെല്ലാം അറിയാവുന്നത് മതി, ഇവർ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒക്കെ കൂടാരമാണ്, എല്ലാമാണ്. ഇതുപോലെ കേരളം കണ്ട ഏറ്റവും ഭീകരമായ ഒരു ഭീകര ദുർഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കോമാളി കൂട്ടമാണ്. ആ പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നത് അവർ പാലിച്ചിട്ടില്ല. അവരിവിടെ ഒന്നും ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഈ ഭരണകൂടത്തിനെ തുറന്നു കാണിക്കാൻ വേണ്ട രാഷ്ട്രീയമായ ഒരു കാര്യങ്ങളും അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് ഒരു കാരണം. അതുകൊണ്ട് ഈ കോൺഗ്രസിനെ വിശ്വസിക്കാനേ കൊള്ളാത്ത പോലെ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന ഒരു ബോധം പൊതുവെ ജനങ്ങളിലുണ്ട്. പിന്നെ രണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്കിലേക്ക് LDF, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി വലിയ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്, വലിയ കടന്നുകയറ്റം. അതുകൊണ്ട് തന്നെ അങ്ങനെ കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ആ വോട്ട് ബാങ്ക് അതും നഷ്ടപ്പെട്ടു. പിന്നെ BJP ഇവിടെ അതിശക്തമായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് വിധി എഴുത്തിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൽ ആര് പറയുന്നതായിരിക്കും ഉൾക്കൊള്ളുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ജനങ്ങളാണ് അന്തിമ വിധികർത്താക്കളും. ചർച്ചയിൽ പങ്കെടുത്ത ഇരുവർക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.